ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഡോറ. ഞാൻ അന്നേരം സയൻസ് സ്കൂൾ എൻട്രൻസ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ബാക്കിയുള്ളവർക്ക് വേണം പഠിക്കാം, ജിക്ക് അനുസരിച്ചൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ പോയാണ്. വേണ്ടേ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 3 ദിവസം മുന്നേ എഴുതിയ പരീക്ഷയാണ്. വീട് അച്ചിലെത്തായി പോയി. ഒരു 3 ദിവസത്തിലേറ്റുള്ളൂ, കുഴപ്പമില്ല. അന്നേരം ഇതാണ് നമ്മുടെ പേപ്പർ. അപ്പം ഞാൻ ഇതിനകത്ത് നമ്മുടെ മലയാളം ചോദ്യവും മാത്സ് ചോദ്യങ്ങളും മെൻ്റൽ എബിലിറ്റി അങ്ങനെ സെപ്പറേറ്റ് പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ജനറൽ നോളജാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ പേജ് എടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. സംഭവം എന്ന് പറഞ്ഞാലും കൂടെ മിക്സഡ് ആണ്, അതാണ് പ്രശ്നം. എടുക്കാൻ ഇച്ചിരി പാടാ. ഇനി കണ്ടുപിടിക്കണം. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിലും വായിക്കും, ഇംഗ്ലീഷിലും വായിക്കും. ചില ക്വസ്റ്റ്യൻസ് ഒന്നും കമൻറ്റ് ചെയ്യണം. ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷ് അങ്ങ് വായിച്ചു പോകും. ഞാൻ ഇംഗ്ലീഷ് കാറ്റഗറി ഇല്ലായിരുന്നു. ഫസ്റ്റ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഫസ്റ്റ് മലയാളം വയ്ക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ വായിക്കാം. പിന്നെ സയൻസ് സ്കൂളിൽ എന്തായാലും ഇംഗ്ലീഷ് രീതിയിലല്ലേ നമ്മൾ മിക്കവാറും. പിന്നെ മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. Who among the following has made the documentary film India Untouched? അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എനിക്ക് ആൻസർ നമ്മുടെ ഇല്ല. നേരത്തെ അപ്പോൾ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ. ഓപ്ഷൻസ്: ഷയാം ബെഗൻഗാൾ, എസ്ര അമീർ. ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. Which of the following is statement is not correct? അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 2-3 നമ്പർ. ഞാൻ അത് വായിക്കാം. Snakes do not have external ears. They only feel the vibrations on the ground. അതാണ് ഫസ്റ്റത്തത്. ഇത് ഏതാണ് തെറ്റെന്നാണ്. Fishes give alarms by electric signals. അത് രണ്ടാമത്തത്. Animals that are awake in the day can see only in black and white colors. Third. Fourth, some birds give different warning calls if the enemy comes from sky or if the enemy is on the ground. അതാണ് ഫോർത്ത്. അപ്പോൾ ആൻസേഴ്സ് കണ്ടുപിടിക്കണം. അടുത്ത തന്നെ മാച്ച് ദി ഫോളോയിങ് ആണ്. അത് പിന്നെ നമുക്ക് പിന്നെ അറിയാമല്ലോ. സ്റ്റേറ്റ് അത് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇത് സിമ്പിളാണ്. ഇതാണ് ലിസ്റ്റ് 1 ഫുഡ് ഐറ്റംസ്. പിന്നെ ലിസ്റ്റ് 2 മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലിസ്റ്റ് 1 പറയുകയാണ്. കുക്ക്ഡ് റൈസ്, അനിയൻ ആൻഡ് ഗാർലിക്, അത് എ. പിന്നെ രണ്ടാമത്തത് അനിയൻ ആൻഡ് ഗാർലിക്, ബി. സി മിൽക്ക്, ഡി ഗ്രീൻ കൊറിയാൻഡർ. പിന്നെ ഇതിൻ്റെ മെത്തേഡ് അതായത് ലിസ്റ്റ് 2 മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ. അപ്പോൾ 1 ബോയിലിംഗ്, 2 wrapping in a damp cloth, 3 keeping in an open dry place, 4 putting in a എനിക്ക് ചെറിയൊരു അലർജി ഉണ്ട്, അതാണ് തുമ്മൽ അലർജിയാണ്. പുട്ടിങ് ഇൻ എ ബൗൾ ആൻഡ് കീപ്പിംഗ് ദ ബൗൾ ഇൻ എ കണ്ടെയ്നർ വിത്ത് സം വാട്ടർ. അപ്പോൾ ഇതാണ് മാച്ച് ദി ഫോളോയിങ് വരുന്നത്. പിന്നെ നമുക്കില്ല ഓപ്ഷൻസ് രീതി നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് സമയം എടുത്ത് ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതായത് A1 മാച്ച് ചെയ്തേക്കുന്നു, ഇങ്ങനെ മാച്ച് ചെയ്തേക്കുന്നു എന്നൊക്കെ. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു ഇതെന്ന് പറഞ്ഞു. അന്നേരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ വിച്ച് ഇയർ ഡിഡ് ഗാന്ധിജി ഗോ ഓൺ യാത്ര ലോങ് വാക്ക് ഫ്രം അഹമ്മദാബാദ് ടു ദാണ്ഡി seashore in Gujarat to protest against the British law that did not allow people to make salt themselves? Answer കണ്ടുപിടിക്കുക. മാച്ച് ദി ഫോളോയിങ്. അത് നമ്മൾ നേരത്തെ നോക്കിയ പോലെ തന്നെ. ഇനി അടുത്തത്
According to the Rights of the Forest Act 2006, people who have been living in the forest for at least dash years have the right over the forest land and what is grown on it. കണ്ടിരിക്കുക. എൻ്റെ ഒരു വിശ്വാസം ഒരു 30 കൊല്ലമായിരിക്കും, എനിക്കറിയില്ല. നമ്മൾ എഴുതിയിട്ട് വന്ന് അപ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല. 2 മാസം ടൈം എടുക്കും, കാരണം ലക്ഷങ്ങളാണ് അവിടെ പഠിക്കാൻ പോകുന്നത്, ലക്ഷങ്ങൾ. പിന്നെ ഞങ്ങൾക്കൊന്നൊരു കോഴ്സ് പറഞ്ഞുതരാം. നമ്മുടെ ഈ എൻ്റെ പരിസരത്തടുത്തുള്ള, അതായത് നമ്മുടെ കരുനാഗപ്പള്ളി, ആലിങ്കടവ്, മരുതക്കുളങ്ങര, അങ്ങനത്തെ ഇതിൻ്റെ അടുത്തായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു കോഴ്സ് പറഞ്ഞുതരാം. വിൻസ് എന്ന് പറയുന്ന കറക്റ്റ് സ്ഥലം ആലിങ്കടവാണെന്ന് തോന്നുന്നു. ആലിങ്കടവിൽ പോയാൽ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും. കോഴ്സ് നല്ല കോഴ്സാണ്. നമ്മൾ ഭയങ്കര ടെമ്പർ എന്ന് പറഞ്ഞാൽ മാത്സിൽ പിച്ച് പണി പോലെ. ഞാൻ തന്നെ മാത്സിൽ എന്തൊരു പോറായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് മാത്സ് എന്തെല്ലാം അറിയാമെന്നറിയാമോ? ജോമെട്രി വരെ എനിക്കിപ്പോൾ അറിയാം. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ 6ാം ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 12 വയസ്സായതേ ഉള്ളൂ ആ കുട്ടിക്ക്. അതായത് അത് മാത്രമല്ല, ഞാൻ നിങ്ങൾ എൻ്റെ ഒരു ബുക്ക് കാണിച്ചു തരാം. 1 മിനിറ്റ്. എൻ്റെ ഒരു പുസ്തകമാണ് കേട്ടോ, എൻ്റെ ഒരു പുസ്തകം ഞാൻ സബ്ബായിട്ട് മേടിച്ചാണ്. മെയിൻ പുസ്തകം എൻ്റെ വേറെ എടുത്തിരിക്കുകയായിരുന്നു, കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാറ്റി വെച്ചതാണ്. അപ്പോൾ പോയാൽ കൊള്ളാം. ഫീസ് എനിക്ക് കറക്റ്റ് അറിയില്ല, 55,000 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. Which among the following planets does not have a ring around it? നമുക്ക് പിന്നെ അറിയാമല്ലോ. ഞാൻ ഓപ്ഷൻസും കൂടെ പറയാം. വീനസ്, സാറ്റേൺ, ജൂപ്പിറ്റർ, യുറാനസ്. ഇതൊക്കെ അടുത്തല്ലോട്ടോ. How many commands have to be given during an entire passing out parade of Indian Armed Forces? ഇതറിയാവുന്ന ആൾക്കാർ കാണുമായിരിക്കും, പക്ഷേ എനിക്കത് തെറ്റിയെന്നാണ് തോന്നുന്നത്. 32 ആണോ 36 ആണെന്ന് തോന്നുന്നു. 36. ഞാൻ 32 എന്ന് എഴുതിയെന്ന് എൻ്റെ വിശ്വാസം 36 തെറ്റിക്കാണുമായിരിക്കും. ഹൗ മെനി കമാൻഡ്സ് അതല്ലേ നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് H2O കോമൺലി നോൺ ആസ്? നമുക്കെല്ലാവർക്കും അറിയാം, വാട്ടർ. വിച്ച് ഇസ് ദ ടോളസ്റ്റ് സ്റ്റാച്യു ഇൻ ദ വേൾഡ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ? അത് നമുക്കറിയാമല്ലോ. ഓപ്ഷൻസ് ഞാൻ പറയാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ബുദ്ധ സ്റ്റാച്യു, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, വിവേകാനന്ദ റോക്ക്. ഞാൻ അബദ്ധത്തിലുണ്ടല്ലോ അവിടെ. ഈ വിവേകാനന്ദ റോക്ക് നമ്മൾ ചോദിച്ചിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എഴുതാനായിട്ട് വെറുതെ മാർക്കുപോയി. മാത്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറുക്ക് ചോദ്യങ്ങളാണ്, മൊത്തം കുറുക്ക് ചോദ്യങ്ങളാണ്. എനിക്ക് പറഞ്ഞാൽ വെറുതെ പോയതാ. 100 സെൻറ്റിമീറ്റർ എന്നില്ലാത്ത 1 മീറ്റർ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിത് 1000 ആണെന്നും പറഞ്ഞിരുന്നിട്ട് ഞാൻ 1000 സെൻറ്റിമീറ്റർ അറപ്പിച്ചിട്ടാണ്. അയ്യോ. അന്നേരം സൂക്ഷിച്ചെഴുതുക, മനസ്സിലാക്കി എഴുതുക, ജയിച്ചിട്ട് വരിക. അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഡെഡ് സീ. ഡെഡ് സീനെ കുറിച്ചുള്ള ചെറിയ ഇതാണ്. അതിലേതാണ് ട്രൂ, ഏതാണ് ഫോൾസ്, അല്ലെങ്കിൽ രണ്ടും ട്രൂ ആണോ രണ്ടും ഫോൾസ് ആണോ, അങ്ങനത്തെ ഓപ്ഷൻസേ വരുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ഇത് മാത്രം ഞാൻ ഒന്ന് വെച്ചുതരാം. ഒരു ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമുക്ക് അങ്ങനെ ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1. ഇഫ് എ പേഴ്സൺ ഡസ് നോട്ട് നോ ഹൗ ടു സ്വിം, ഷീ വിൽ ഡ്രോൺ ഇൻ ഡെഡ് സീ. സ്റ്റേറ്റ്മെൻറ്റ് 2. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് സാൾട്ടി ഓഫ് ഓൾ ഓഷൻസ് ആൻഡ് സീസ്. അപ്പം ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്നാണ് എഴുതിയതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഡെഡ് സീയിൽ ഇത് കിടക്കും. എനിക്ക് ഡെഡ് സീ എന്താണെന്ന് അറിയില്ല, സത്യം പറഞ്ഞാൽ. അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ്. പിന്നെ നമ്മുടെ ലിസ്റ്റ് വരുന്നുണ്ട്. The law on children's marriage in India was strictly fixed the minimum age for marriage. What is the minimum age of marriage for boys and girls? അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. റിഡിക്യുലസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇടുന്നത്. പിന്നെ വീണ്ടും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ വേറെ. വിച്ച് ഇസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്? ഞാൻ അറേബ്യൻ തെറ്റിച്ചെഴുതിയിട്ടേക്കാം. എമിറേറ്റ്സ് UAE.
എനിക്ക് എന്താ എഴുതിയെന്ന് വലിയ ഓർമ്മയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കുക കേട്ടോ. ഇത് പഠിച്ചത് കാരണം ഞാൻ 2 വർഷം എഴുതിയൊരു കുട്ടിയാണ്. 2 വർഷം. ആദ്യത്തെ എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 149 തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ചെറിയൊരു പേടിയുണ്ട് നമ്മുടെ ഉള്ളിലേ. പരീക്ഷ എഴുതി കഴിഞ്ഞൊരു ഫീൽ. പക്ഷെ നമ്മൾ ഈ മാർക്ക് അറിയാനായിട്ടൊരു, കാരണം സെക്കൻഡ് ഇയർ അല്ലേ, ഫസ്റ്റ് ഇയർ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ബർത്ത് ഡേറ്റ് അനുസരിച്ചിരിക്കും നമുക്ക് എത്ര തവണ എഴുതാൻ പറ്റുമെന്ന്. മാക്സിമം 2 തവണയാണ്, 6ാം ക്ലാസ്സിലോട്ടും 9ാം ക്ലാസ്സിലോട്ടും. അത് ചെറിയ പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമ്മളങ്ങ് ഫ്രീ ആവും. പക്ഷെ വീട്ടിലെത്തിയ മാർക്ക് അറിയുന്നതിൻ്റെ ഒരു ഇത് വരും, പ്രത്യേകിച്ച് സെക്കൻഡ് ഇയർ. പ്രത്യേകിച്ച് എനിക്കിപ്പോഴാ പേടിയുണ്ട്. ഇതുവരെ മാർക്ക് വന്നിട്ടില്ല. ഞാൻ എങ്ങാണ്ട് 3 ദിവസമായുള്ളൂ എഴുതി കഴിഞ്ഞിട്ട്. മാത്രമല്ല ചില റൂൾസൊക്കെ ഉണ്ട്. ആ റൂൾസ് ഞങ്ങൾ പരീക്ഷാ പേപ്പറിൽ നമ്മുടെ സാറുമാരൊക്കെ പറഞ്ഞു തന്നോളും. കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചെഴുതുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പരീക്ഷ ചെല്ലുമ്പോൾ പല റൂൾസ് ഉണ്ട് അവിടെ. ഇതിനകത്തില്ലെന്ന് തോന്നുന്നു. അതായത് നമ്മളിപ്പോൾ OMR ഷീറ്റിൽ ഒരെണ്ണം കറുപ്പിച്ചെന്ന് വെച്ചോ, ഒരെണ്ണം കറുപ്പിച്ചാൽ അത് നമുക്കിപ്പോൾ തെറ്റെന്ന് വിചാരിച്ചത് വെട്ടിയിട്ട് വേറെ തിരുത്താൻ പോയോ, അതോ വേറെ ടിക്കിടാൻ പാടില്ല, ബബിൾ ചെയ്യണം, ബബിളിൻ്റെ പുറത്തും പോകാൻ പാടില്ല, ചെറുതും ആവാൻ പാടില്ല. അങ്ങനത്തെ പല റൂൾസ് ഉണ്ട്. ഇപ്പോൾ OMR ഷീറ്റൊക്കെ നമ്മൾ നോക്കുക, അരമണിക്കൂർ കൊണ്ട് കൂൾ ഡൗൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുകയോ നമ്മുടെ OMR കണ്ടുപിടിക്കുകയോ ചെയ്യാം. ഗെയിമിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. അന്നേരം ഇത് 6ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഇത് 6ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 9ാം ക്ലാസ്സുകളുടെ എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതേപോലത്തെ വേറെ കുറേ വീഡിയോസ് കാണും. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നെ പലവരും കാണാറില്ല, കാരണം ഞാൻ ലോ ആണ്. ഞാനൊരു മിക്സഡ് യൂട്യൂബ് ചാനലാണ്. കാരണം കുക്കിങ്സ് ഉണ്ട്, റീമിക്സ് ഉണ്ട്, ഓറ, ഫാമിങ്, പലതും. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ഇത് 5ാമത്തെ വർഷമാണ് ഗൈസ്. 2021 തുടങ്ങിയ ചാനൽ 26ആയി. 5ാമത്തെ വർഷമാണിത്. ഈ 2026 എൻ്റെ 6th വർഷമാണ്. എന്നിട്ടും എനിക്കൊരു 300 സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. അന്നേരം പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഗൈസ്. എനിക്ക് വലിയൊരാഗ്രഹമാണ് എൻ്റെ വീട്ടിൽ പ്ലേ ബട്ടൺ വെക്കണമെന്ന്, വലിയൊരാഗ്രഹമാണ്. ഇതുകൊണ്ട് ആ സ്ഥലം കണ്ടോ, ബുദ്ധയുടെ പടമുള്ള ഈ വശം എൻ്റെ പ്ലേ ബട്ടൺ വെക്കണമെന്ന് വിചാരിച്ചതാ. ആ വശം ആ വശത്ത് പ്ലേ ബട്ടൺ വെക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്തായാലും കുറേ വർഷം എടുക്കുക. അതാണ് ഞങ്ങളവിടെ ഒരു ബുദ്ധയുടെ പടം വെച്ചേക്കുന്നത്. നല്ലതായിട്ട് പ്ലീസ് ഹെൽപ്പ് മീ ഗൈസ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യണമെന്നില്ല, ബട്ട് ഇഫ് യു ഡു it means the world to me. And have a nice day. Bye.